മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/3/2007 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക 1-ാം പാദം. വൃശ്ചിക ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം. 2 ശൂന്യം. 3-ൽ കുജൻ ഗുളികൻ. 4-ൽ ബുധൻ രാഹു. 5-ൽ സൂര്യൻ. 6-ൽ ചന്ദ്രൻ ശുക്രൻ. 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ ശനി. 10-ൽ കേതു. 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് 2007 കുട്ടിയാണ്, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹനിലയാണത്. പ്രധാനമായും ലഗ്നത്തിൽ വ്യാഴം. ശനിയുടെയോ അതല്ല എങ്കിൽ ഗുളികൻ്റെയോ അതല്ല എങ്കിൽ രാഹുവിൻ്റെയോ ഒന്നും ബന്ധങ്ങളില്ലാതെ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴമെന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് പോസിറ്റീവായിട്ട് തന്നെ വേണം കാണാനായിട്ട്. പ്രത്യേകിച്ചും 2-ാം ഭാവാധിപനുമാണ്, 5-ാം ഭാവാധിപനുമാണ്. വ്യാഴം ലഗ്നത്തിലൊക്കെ മോശം ദൃഷ്ടികളുടെ അതല്ല എങ്കിൽ മോശം ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഛായാഗ്രഹങ്ങളുടെ ഗുളികൻ്റെയൊക്കെ ബന്ധങ്ങളില്ലാതെ നിൽക്കുന്നത് അങ്ങേയറ്റം ഗുണകരമാണ് എന്ന് പറയേണ്ടി വരും. ഉപരി ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9 ഈ 3 ഭാവങ്ങളിലേക്കും ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. 9ാമത്തെ ദൃഷ്ടി വന്ന് നിൽക്കുക കർക്കിടകത്തിലാണ്. കർക്കിടകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ഉച്ചനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ പ്രധാനമായും കുജലഗ്നം വൃശ്ചികം. വൃശ്ചികത്തെയും മേടത്തെയും ഭരിക്കുന്നത് കുജനാണ്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ 3-ൽ മകരത്തിൽ ഉച്ചം ചെയ്ത് ഗുളികനോടൊത്ത് നിൽക്കുന്നു. പൊതുവേ വൃശ്ചികം മേടം ലഗ്നക്കാർക്ക് കുജലഗ്നമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരല്പം മുൻകോപം, ദേഷ്യം, കടുംപിടുത്തം, വാശി ഉണ്ടാവും. അത് ഈ വ്യക്തിക്കുമുണ്ട്. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന, സ്ഫോടനാത്മകമായി സംസാരിക്കുന്ന ഒരു പ്രവണത. അതുവരെ അറിഞ്ഞുകൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കാനായിട്ട് ചെയ്യുന്നതല്ല. അവർക്ക് സ്വാഭാവികമായിട്ടുമുള്ളൊരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, ചിന്ത അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വർക്കാകുക. പെട്ടെന്ന് ദേഷ്യപ്പെടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ചെറിയ കാര്യങ്ങളെ അവർ വല്ലാതെ പ്രൊവോക്ഡ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള കുജൻ മകരത്തിലാണ് നിൽക്കുന്നത്. ഗുളികനുണ്ട് അവിടെ. ഈ ഗുളികനും ദേഷ്യത്തെ കൂട്ടുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ്. അവിടേക്കാണ് ശനിയുടെ 3, 6, 7 7ാമത്തെ ദൃഷ്ടി. അപ്പോൾ ലഗ്നാധിപൻ ഉച്ചനായി നിൽക്കുന്നു, ഗുളികൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയും വരുന്നു, രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വരുന്നു. ഈ വ്യക്തിക്ക് മുൻകോപം ഉണ്ടാകും. അല്ലെങ്കിൽ മുൻകോപങ്ങളെ തുടർന്ന് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, തർക്കങ്ങൾ, പ്രത്യേകിച്ചും വാക്പിഴകൾ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടുന്ന, ഒച്ച ഉയർത്തി സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വ്യാഴം ലഗ്നത്തിലുണ്ട്, ബലം തന്നെയാണ്, ഗുണമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ സ്വഭാവം പൊതുവെ ഒരല്പം ശ്രദ്ധിച്ച് തന്നെ വേണം പോകാനായിട്ട്. കാരണം രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആളുകളോടോ ഒക്കെ ഷൗട്ട് ചെയ്യുക വഴി അവരതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. മകൾ, മകൻ എന്ന് പറയുന്ന ഒരു പരിഗണന കൊടുത്ത് ചിന്തിക്കും. എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ ഷൗട്ടിംഗ് നേച്ചർ അതല്ല എങ്കിൽ മുൻകോപാദികൾ പ്രശ്നങ്ങളെ തന്നെ സൃഷ്ടിക്കും. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, ചിന്തകൾ കൃത്യമായി തന്നെ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലഗ്നാൽ 4-ൽ രാഹു ഉണ്ട്. പ്രത്യേകിച്ചും ബുധനോടൊത്ത് നിൽക്കുന്ന രാഹു. 4-ലെ രാഹു എന്ന് പറയുമ്പോൾ 4-ൽ ശനി അതല്ലെങ്കിൽ രാഹു അതല്ലെങ്കിൽ കേതു, ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വലുതാകുന്നത് അല്ലെങ്കിൽ പക്വതയെത്തുന്ന പ്രായത്തിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടായിട്ട് നിൽക്കുന്ന ലൈഫിലെ സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ബുദ്ധിപരമായി അതല്ല എങ്കിൽ തന്ത്രപരമായി ഒഴിവായി നിൽക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരം വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വളരെ നല്ലത്. അതല്ല എങ്കിൽ ബാധ്യതകൾ വരുത്തിയാൽ തന്നെ തങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് കരുതുന്ന ഉറപ്പുള്ള ബാധ്യതകളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപരി ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും 4-ലേക്കുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുൻകോപത്തെക്കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ അല്പം വാശി കടമ്പിടുത്തം പോലെയുള്ള സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത്. അതിൽ മനസ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, അവിടെ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശക്തനായ സൂര്യനാണ്. അതും മുൻകോപത്തെ സൃഷ്ടിക്കും. ലഗ്നാധിപനായി കുജൻ വരികയും 5 സൂര്യൻ നിൽക്കുകയും ചെയ്താൽ അത്തരക്കാർക്ക് മുൻകോപം 100% ഉണ്ടാകും, തർക്കമില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം 5, 6, 7, ലഗ്നാൽ 7, 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വിവാഹകാരകൻ തന്നെയാണ് ശുക്രൻ. നിൽക്കുന്നത് ചന്ദ്രനോടൊത്ത് 6. അതുപോലെ തന്നെ അവിടേക്ക് ശനിയുടെ 10ാമത്തെ ദൃഷ്ടിയുമുണ്ട്. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ധാരണയോടുകൂടി നാളും പൊരുത്തവും അതുപോലെ തന്നെ ഗ്രഹനിലയുമൊക്കെ ചേർന്ന് പോകുമെന്ന് ഉറപ്പാക്കിയ ശേഷം, ഉപരി ആ വ്യക്തി അദ്ദേഹത്തിന് ചേർന്ന് പോകുമെന്ന് സംസാരങ്ങളിലൂടെയൊക്കെ ഇടന്ന് ഉറപ്പാക്കിയ ശേഷം വേണം വിവാഹത്തിലേക്ക് പോകാനായിട്ട്. അത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഭയപ്പാടോടെ പോകണമെന്നില്ല, ശ്രദ്ധയോടെ പോവുക. ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒത്തുപോകും എന്നൊരു ധാരണയിലെത്തിയ ശേഷം വേണം മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ചും ശുക്രൻ ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു, അവിടേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു. എന്നാൽ വ്യാഴം 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നല്ലത് തന്നെയാണ്, വളരെ നല്ലത് തന്നെയാണ്. എന്നാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോകാൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക. അതുപോലെ 9ലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ്. എന്ന് വച്ചാൽ ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കും, ഡയറക്റ്റായിട്ട് 5ലേക്ക് അത് ദൃഷ്ടി ചെയ്യും. പ്രത്യേകിച്ച് വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യും. ഇത് 3ഉം വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ചും വ്യാഴം ഇതേപോലെയൊക്കെ നിൽക്കണം. എന്ന് വെച്ചാൽ ശനിയുടെയോ അതല്ലെങ്കിൽ കേതുവിൻ്റെ അതല്ലെങ്കിൽ രാഹുവിൻ്റെ ഗുളികൻ്റെയൊക്കെ സാന്നിധ്യമില്ലാത്ത വ്യാഴത്തെക്കുറിച്ചാണ് ഈ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വളരെ വേഗത്തിൽ ഫലവത്താവുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ചാൽ ഒരുപാട് ഉന്നതങ്ങളിൽ അധികാര മേഖലയുമായിട്ടൊക്കെ ജോലി ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തുകൊണ്ട്? 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, 10ൽ കേതുവുണ്ട്, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഉപരി 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനാണ്, 5ൽ നിൽക്കുന്നു, അവിടേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. ഇത് രണ്ടും അധികാര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 ഗ്രഹങ്ങൾ തന്നെയാണ് സൂര്യൻ, വ്യാഴം. 10ാം ഭാവാധിപൻ 5ൽ നിൽക്കുകയും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ അവിടേക്ക് പ്രത്യേകിച്ചും വ്യാഴം തന്നെ ദൃഷ്ടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് പൊതുവെ ഒരുപാട് ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ജോലി പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് താല്പര്യവുമുണ്ട്. അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയോ അതല്ല എങ്കിൽ ഉന്നതമായിട്ടുള്ള ജോലികൾ, ഇപ്പോൾ അധ്യാപനം പോലെയുള്ള അതിൻ്റെ ഉന്നത മേഖലകൾ പോലെയുള്ള ജോലികളൊക്കെ ഇദ്ദേഹത്തിന് വളരെ അനുയോജ്യം തന്നെയാണ്. 10ൽ കേതു ഉള്ളത് കൊണ്ട് തന്നെ അല്പം ദൂരെ മാറിയുള്ള അതല്ലെങ്കിൽ അല്പം സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ട് വേണ്ടി വരാം. ചെറിയ ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ വേണ്ടി വരാനുള്ള സാഹചര്യവും ഉണ്ടാവാം. അപ്പോൾ കൃത്യമായിട്ട് നേരത്തെ കൂട്ടി തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കൃത്യമായതിൻ്റെ ഗുണഫലങ്ങൾ ഈ വ്യക്തിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുൻകോപ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതിന് പരിഹാരമുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവുമായി അത് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് കൃത്യമായിട്ട് തന്നെ റെമഡീസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തു പോകുന്ന മുറയ്ക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കൂടുകയും അതുപോലെ തന്നെ ഡിലേ, താമസം, 10ലൊക്കെ കേതു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ തടസ്സങ്ങളൊക്കെ വയ്ക്കും. ആ തടസ്സത്തെ ഒഴിവാക്കുന്നതിനും അതിൻ്റെ പേഴ്സൻറ്റേജിനെ കുറയ്ക്കുന്നതിനും ഈ പരിഹാരങ്ങളിലൂടെ സാധിക്കുമെന്നും തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കാർത്തികയാണ് നക്ഷത്രം, സൂര്യദശയിൽ ജനിച്ചു. 2012 വരെ സൂര്യൻ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, ശേഷം ചൊവ്വ 2029 വരെ, ശേഷം 18 കൊല്ലം രാഹു 2047 വരെ, ശേഷം 16 കൊല്ലം ഗുരു 2063 വരെ, ശേഷം ശനി 2082 വരെ, ശേഷം ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചൊവ്വയിൽ ശനിയാണ്. എന്ന് വച്ചാൽ ദേഷ്യപ്പെടാനും മുൻകോപത്തിനുമൊക്കെ പറ്റിയ സമയം. ലഗ്നാധിപൻ്റെ ദശ തന്നെ നടക്കുന്നു 2024 ഡിസംബർ 29 തൊട്ട്, എന്ന് വച്ചാൽ 7/2/2026 വരെ. 2024 ഡിസംബർ 29 തൊട്ട് 2026 ഫെബ്രുവരി 7 വരെ ചൊവ്വയിൽ ശനിയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 മാസം കഷ്ടി. അപ്പോൾ ചൊവ്വ നേരത്തെ പറഞ്ഞു ഉച്ചനാണ്, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്, ഗുളികൻ്റെ സാന്നിധ്യമുണ്ട്, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെയും ദൃഷ്ടിയുണ്ട്. അതിൻ്റെ
അതിൽ ശനിയുടെ അപഹാരവും നടക്കുന്നു എന്ന് വച്ചാൽ രണ്ടും ദേഷ്യക്കാരാണ്, അല്പം കർക്കശത്വം കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഷൗട്ടിംഗ് മെൻറ്റാലിറ്റി, പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ചുമ്മാ ചൂടാവുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പ്രായോഗികവും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധവുമായ പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ് എന്നും തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.